ജാക്ക് ദ റിപ്പർ 1888 ലണ്ടനിലെ വൈറ്റ്ചാപ്പൽ ജില്ലയിലും പരിസരത്തും സജീവമായിരുന്ന ഒരു അജ്ഞാത സീരിയൽ കില്ലറായിരുന്നു. ക്രിമിനൽ കേസ് ഫയലുകളിലും പത്രങ്ങളിലും ആ കൊലയാളിയെ വൈറ്റ്ചാപ്പൽ മർഡറർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയിട്ടും അയാൾ പിടിക്കപ്പെടാതെ പോയി. ആരായിരുന്നു ഈ ജാക്ക് ദ റിപ്പർ? എന്തായിരുന്നു അയാളുടെ യഥാർത്ഥ ഐഡന്റിറ്റി? ഇതിനെക്കുറിച്ച് അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്ട്രീറ്റ് ബസ്റ്റേഴ്സ്. പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ലണ്ടൻ, ഈസ്റ്റ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ ഐറിഷ് കുടിയേറ്റക്കാരുടെ വൻതോതിൽ പ്രവാഹമുണ്ടായി. 1888 മുതൽ വീണ്ടും റഷ്യൻ സാമ്രാജ്യത്തിലും കിഴക്കൻ യൂറോപ്പിലും വംശഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ജൂതന്മാർ ഈ പ്രദേശത്തേക്ക് കുടിയേറി. ഇത് കിഴക്കേ അറ്റത്തുള്ള വൈറ്റ്ചാപ്പൽ എന്ന സ്ഥലത്ത് വൻതോതിൽ ജനസംഖ്യ വർധനവുണ്ടാകാൻ കാരണമായി. അവിടെ ജോലിയും പാർപ്പിട സൗകര്യങ്ങൾ ഇല്ലാതാവുകയും സാമ്പത്തികമായ തകർച്ചയും ഉണ്ടായി. അവിടുത്തെ ഓരോ വീടുകളിലും ദാരിദ്ര്യം വേട്ടയാടാൻ തുടങ്ങി. കവർച്ച, അക്രമം, മദ്യാസക്തി എന്നിവ ഇവിടങ്ങളിൽ സർവ്വസാധാരണമായി മാറി. ദാരിദ്ര്യത്താൽ മിക്ക സ്ത്രീകളും കുടുംബം പോറ്റാൻ വേണ്ടി വേശ്യാവൃത്തി ചെയ്യാൻ തുടങ്ങി. എന്നാൽ 1888 ഓഗസ്റ്റിനും നവംബറിനും ഇടയിൽ വൈറ്റ്ചാപ്പൽ എന്ന പ്രദേശം ക്രൂരമായ കൊലപാതകങ്ങളുടെ വേദിയാവുകയായിരുന്നു. ഈ കൊലപാതകങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൊല ചെയ്യപ്പെട്ടവരെല്ലാം വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട സ്ത്രീകൾ മാത്രമായിരുന്നു എന്നതാണ്. ഇതിൽ ആദ്യ കൊലപാതകം നടന്നത് ഓഗസ്റ്റ് 31 അന്ന് രാവിലെ 3:40 വൈറ്റ്ചാപ്പലിലെ ബക്സ് റോവിൽ മേരി ആൻ നിക്കോൾസ് എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ഈ സ്ത്രീ ആ നാട്ടിലെ അറിയപ്പെടുന്നൊരു വേശ്യയായിരുന്നു. ആ സ്ത്രീയുടെ മൃതദേഹത്തിന്റെ കഴുത്ത് ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നു. അവളുടെ ശരീരത്തിൽ നിരവധി കുത്തേറ്റ പാടുകളുണ്ടായിരുന്നു. കൂടാതെ അവളുടെ വയറ് കീറി ഉടൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. അവൾ മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് അവളുടെ റൂംമേറ്റായ മിസ്സസ് എമിലിയാണ് അവളെ അവസാനമായി കണ്ടത്. ഈ കൊലപാതകം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷം 1888 സെപ്റ്റംബർ 8 ശനിയാഴ്ച സ്പിറ്റൽ ഫീൽഡ്സിലെ 29 ഹാർബർ സ്ട്രീറ്റിന്റെ പടിവാതിക്കൽ ഏകദേശം രാവിലെ 6 മണിക്ക് ആനി ചാപ്മാൻ എന്ന യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. നിക്കോൾസിന്റെ കാര്യത്തിലെന്ന പോലെ ആനിയുടെ കഴുത്തിലും ആഴമേറിയ 2 മുറിവുകൾ ഉണ്ടായിരുന്നു. കൂടാതെ അവളുടെ വയറ് പൂർണ്ണമായി തുറന്ന നിലയിലായിരുന്നു. അവളുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ എല്ലാം തന്നെ നീക്കം ചെയ്തിരുന്നതായി കണ്ടെത്തി. ആനി ചാപ്മാന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ എലിസബത്ത് ലോങ് എന്ന സ്ത്രീ ആനി 29 ഹാർബറി സ്ട്രീറ്റിന് പുറത്ത് രാവിലെ 5:30 മാൻസ്റ്റേക്കർ തൊപ്പിയും ഇരുണ്ട ഓവർകോട്ടും ധരിച്ച കറുത്ത മുടിയുള്ള ഒരാളുടെ കൂടെ നിൽക്കുന്നത് കണ്ടതായി അവൾ പോലീസിനോട് മൊഴി നൽകി. ഈ 2 കൊലപാതകത്തിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിൽ സെപ്റ്റംബർ 30 ഞായറാഴ്ച രാവിലെ 1 മണിയോടെ വൈറ്റ്ചാപ്പലിലെ ബർണർ സ്ട്രീറ്റിന് സമീപത്ത് എലിസബത്ത് സ്ട്രൈഡ് എന്ന സ്ത്രീയുടെ മൃതദേഹം കഴുത്ത് മുറിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. എന്നാൽ അവളുടെ ശരീരം മറ്റുള്ള മൃതദേഹത്തിലെ പോലെ പ്രകൃതമാക്കപ്പെട്ട രീതിയിലായിരുന്നില്ല. സെപ്റ്റംബർ 30 അതിരാവിലെ അവളെ ഒരാളുടെ കൂടെ കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. എലിസബത്ത് സ്ട്രൈഡിന്റെ മൃതദേഹം കണ്ടെത്തി 3/4 മണിക്കൂറിന് ശേഷം ലണ്ടൻ നഗരത്തിലെ മീറ്റർ സ്ക്വയറിന്റെ ഒരു കോണിൽ നിന്നും കാതറിൻ എഡോവിസ് എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. അവളുടെ വായിൽ നിന്ന് 2 ചെവിയിലേക്ക് നീളുന്ന കത്തിക്കൊണ്ടുണ്ടാക്കിയ വലിയൊരു കീറൽ ഉണ്ടായിരുന്നു. അവളുടെ വയർ കുത്തിക്കീറി ഉടൽ പുറത്തെടുത്ത നിലയിലായിരുന്നു. എഡോവിസിന്റെ ഒരു വൃക്കയും ഗർഭപാത്രവും നീക്കം ചെയ്തിരുന്നു. കൂടാതെ അവളുടെ മുഖം വികൃതമാക്കി. ചെവികൾ 2 ഛേദിച്ചു. കൺപോളകൾ കുത്തിക്കീറി വികൃതമാക്കപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം. മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജൻ പറഞ്ഞത് അവയവങ്ങൾ നീക്കം ചെയ്യാൻ ഒരാൾക്ക് കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും വേണ്ടിവരുമെന്നാണ്. അതുപോലെ അന്ന് രാവിലെ ആ നാട്ടിലെ സിഗരറ്റ് വിൽപ്പനക്കാരനായ ജോസഫ് ലാവന്റെ കൊലപാതകത്തിന് തൊട്ടു മുൻപ് 2 സുഹൃത്തുക്കളുമായി ചർച്ച് പാസേജ് എന്ന പേരുള്ള മീറ്റർ സ്ക്വയറിലേക്കുള്ള ഇടുങ്ങിയ നടപ്പാതയിലൂടെ കടന്നു പോകുമ്പോൾ കാതറിൻ ഒരു പുരുഷനോടൊപ്പം നടന്നു പോകുന്നത് കണ്ടതായി അവർ പോലീസിനോട് പറഞ്ഞു. എന്നാൽ കൂടെ പോയ അയാളുടെ മുഖം അവർക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. എലിസബത്ത് സ്ട്രൈഡിന്റെയും കാതറിൻ എഡോവിസിന്റെ കൊലപാതകത്തെ ഇരട്ട കൊലപാതകം എന്നാണ് അറിയപ്പെട്ടത്. അന്വേഷണത്തിനൊടുവിൽ വൈറ്റ്ചാപ്പലിലെ ഗൗൺസ്റ്റൺ സ്ട്രീറ്റിലെ ഒരു റൂമിന്റെ വാതിക്കൽ നിന്ന് പുലർച്ചെ 2:55 കാതറിൻ എഡോവിസിന്റെ രക്തം പിറന്ന ഒരു ഷാളിന്റെ ഭാഗം കണ്ടെത്തി. ഷാൾ കിടന്ന ചുമരിന്റെ മുകളിൽ ചോക്ക് കൊണ്ടെഴുതിയ ഒരു സന്ദേശവും ഉണ്ടായിരുന്നു. ആ സന്ദേശം ഇപ്രകാരമായിരുന്നു: ജൂതന്മാർ ഇഷ്ടമുള്ള മനുഷ്യരാണ്, അവരെ വെറുതെ കുറ്റപ്പെടുത്തരുത്. എന്നാൽ സന്ദേശം കൊലപാതകി എഴുതിയതാണോ അതോ മറ്റാരെങ്കിലും എഴുതിയ സന്ദേശം വായിക്കുന്നതിനിടയിൽ ഷാളിന്റെ ഭാഗം കൊലപാതകിയുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണതാണോ എന്ന് വ്യക്തമല്ല. ഇത്തരം സന്ദേശങ്ങൾ അവിടുത്തെ മിക്ക ചുവരുകളിലും കാണാമായിരുന്നു. പോലീസ് കമ്മീഷണർ ചാൾസ് വാരൻ ഈ സന്ദേശം യഹൂദവിരുദ്ധ കലാപത്തിന് കാരണമാകുമെന്ന് ഭയന്ന് നേരം പുലരുന്നതിന് മുമ്പ് അത് കഴുകിക്കളയാൻ ആജ്ഞ നൽകി.
അങ്ങനെയിരിക്കെ 1887 നവംബർ 9 വെള്ളിയാഴ്ച രാവിലെ 10:45 സ്പിറ്റൽ ഫീൽഡ്സിലെ ഡോർസെറ്റ് സ്ട്രീറ്റിന് പുറത്ത് 13 മില്ലേഴ്സ് കോർട്ടിൽ താമസിച്ചിരുന്ന മേരി ജെയിൻ കെല്ലിയുടെ മൃതമാക്കപ്പെട്ടതും അഴുകിയതുമായ ശരീരം കണ്ടെത്തി. അവളുടെ മുഖം തിരിച്ചറിയാനാവാത്ത വിധം വെട്ടിമുറിക്കപ്പെട്ടിരുന്നു. അവളുടെ കഴുത്ത് ഛേദിച്ച് വയറ് കുത്തിക്കീറി അതിലെ ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തു. അതെടുത്ത് അവൾ കിടന്ന കട്ടിലിനരികിൽ കിടന്ന ടേബിളിന്റെ മുകളിൽ വെച്ചിരുന്നു. അവളുടെ ഹൃദയം നഷ്ടമായിരുന്നു. ആ കോർട്ടിലെ ഫയർപ്ലേസിൽ വലിയൊരു ചാര കൂമ്പാരമുണ്ടായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് മേരിയുടെ ശരീരം വെട്ടിമുറിക്കുന്നതിനാവശ്യമായ വെട്ടമുണ്ടാവാൻ നിരവധി വിറകുകൾ കത്തിച്ചിരുന്നിരിക്കാം എന്നാണ്. കാനോനിക്കൽ കൊലപാതകം എന്നാണ് ഈ കൊലപാതക പരമ്പരയെ വിളിച്ചിരുന്നത്. ചരിത്രപരമായി ഈ 5 കൊലപാതകങ്ങളും ഒരേ കുറ്റവാളിയാണ് ചെയ്തതെന്ന വിശ്വാസം ശക്തമായിരുന്നു. ഒരിക്കൽ കൊലപാതകി എന്ന് സ്വയം സംബോധന ചെയ്ത ഒരാൾ പത്ര ഓഫീസിലേക്ക് ഒരു കത്തയച്ചു. ആ കത്തിന്റെ ഉള്ളടക്കത്തിൽ നിന്നാണ് ജാക്ക് ദ റിപ്പർ എന്ന പേര് കൊലപാതകിക്ക് കിട്ടിയത്. ഈ കത്ത് തട്ടിപ്പാണെന്നും പത്രങ്ങളുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് പത്രപ്രവർത്തകർ എഴുതിയതാണെന്നും പരക്കെ വിശ്വസിക്കപ്പെട്ടിരുന്നു. കാനോനിക്കൽ 5 കൊലപാതകത്തിന് ശേഷം നടന്ന മറ്റ് 4 കൊലപാതകങ്ങളെക്കുറിച്ച് ഇതിന്റെ കേസ് ഫയലിൽ വിശദീകരിക്കുന്നു. ആ കൊലപാതകത്തിൽ ഇരയായത് റോസ് മൈലറ്റ്, ആലിസ് മക്കൻസ്, പിഞ്ചൽ സ്ട്രീറ്റ് ഓർസോ എന്ന പേരിലറിയപ്പെട്ട അജ്ഞാത ശവശരീരം, കൂടാതെ ഫ്രാൻസിസ് കോൾസ് എന്നിവരായിരുന്നു. ഈ കൊലപാതക പരമ്പരയുടെ തുടക്കം 1888 ഡിസംബർ 20-നായിരുന്നു. അന്ന് പോപ്ലറിലെ ഹൈ സ്ട്രീറ്റിലെ ക്ലാർക്ക് യാർഡിൽ നിന്ന് 26 വയസ്സുള്ള റോസ് മൈലറ്റിന്റെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ രീതിയിലുള്ള മൃതദേഹം കണ്ടെത്തി. ആ മൃതദേഹത്തിൽ ആക്രമണത്തിന്റെ ഒരു ലക്ഷണങ്ങളും ഇല്ലായിരുന്നു. അവളുടെ കഴുത്തിന്റെ ഒരു വശത്ത് ചരടുകൊണ്ട് കെട്ടിവരിഞ്ഞ ഒരു മങ്ങിയ അടയാളം കാണാമായിരുന്നു. ഈ അടയാളം മൈലറ്റിനെ കഴുത്ത് ധരിച്ച് കൊന്നതായിരിക്കുമെന്ന സംശയത്തെ ശക്തമാക്കുന്ന രീതിയിലുള്ളതായിരുന്നു. അതുപോലെ അടുത്ത വർഷം 1889 ജൂലൈ 17-ന് അർദ്ധരാത്രിക്ക് ശേഷം വൈറ്റ് ചാപ്പലിലെ കാസിൽ അലിയിൽ വെച്ച് ആലിസ് മക്കൻസി എന്ന സ്ത്രീ കൊല ചെയ്യപ്പെട്ടു. അവളുടെ കഴുത്തിൽ 2 മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു. മാത്രമല്ല അവളുടെ ശരീരത്തിൽ നിരവധി മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നു. മൃതദേഹം പരിശോധിച്ച പാത്തോളജിസ്റ്റുകളിൽ ഒരാളായ തോമസ് ബോൺ പറഞ്ഞത് ഇതൊരു റിപ്പർ കൊലപാതകമാണെന്നാണ്. ഈ കേസിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഇതിനിടയിൽ 1889 സെപ്റ്റംബർ 10-ന് വൈറ്റ് ചാപ്പലിലെ പിഞ്ചിൻ സ്ട്രീറ്റിലെ ഒരു റെയിൽവേ ആർച്ചിനടിയിൽ നിന്ന് 30-നും 40-നും ഇടയിൽ പ്രായമുള്ള ഒരു അജ്ഞാത സ്ത്രീയുടെ തലയും കാലുകളുമില്ലാത്ത മൃതദേഹം കണ്ടെത്തി. അവൾ മരിക്കുന്നതിന് മുമ്പ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്ന് അവളുടെ ശരീരത്തിലെ മുറിവുകളും ചതവുകളും സൂചിപ്പിക്കുന്നു. അവളുടെ വയറ് കീറി വികൃതമാക്കിയ നിലയിലായിരുന്നു. അവളുടെ ശരീരം കണ്ടെത്തുന്നതിന് ഏകദേശം 1 ദിവസം മുൻപ് അവൾ കൊലപ്പെട്ടതായി കണക്കാക്കുന്നു. ഈ കൊലപാതകത്തിന് ശേഷം ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് ശേഷം 1891 ഫെബ്രുവരി 13-ന് പുലർച്ചെ 2:15-ന് റെയിൽവേ ആർച്ചിന്റെ അടിയിൽ പഴയതുപോലെ ഒരു സ്ത്രീയുടെ ശവശരീരം കണ്ടെത്തി. അത് ഫ്രാൻസിസ് കോൾസ് എന്ന 31 വയസ്സുള്ള വേശ്യയുടേതായിരുന്നു. അവളെ PC ഏണസ്റ്റ് തോംസൺ ആണ് കണ്ടെത്തിയത്. എന്നാൽ കണ്ടെത്തുന്ന സമയത്ത് അവൾക്ക് ജീവനുണ്ടായിരുന്നു. എന്നാൽ ചികിത്സാ സഹായം എത്തിക്കുന്നതിന് മുമ്പ് അവൾ മരണപ്പെട്ടു. അവളുടെ കഴുത്തിൽ ആഴമേറിയ മുറിവുണ്ടായിരുന്നു. എന്നാൽ അവളുടെ ശരീരം വികൃതമാക്കിയിരുന്നില്ല. കാരണം അതിനുള്ള സമയം കിട്ടിക്കാണില്ല എന്നതാണ് സത്യം. അന്നേ ദിവസം 53 വയസ്സുള്ള സ്റ്റോക്കർ, ജെയിംസ് സാഡ്ലർ എന്നിവരുമായി ഫ്രാൻസിസ് മദ്യപിക്കുന്നത് പലരും കണ്ടിരുന്നു. എന്നാൽ സാഡ്ലറും ഫ്രാൻസിസുമായി തർക്കമുണ്ടായതായും ചിലർ പോലീസിനോട് പറഞ്ഞു. ഇതിനെ തുടർന്ന് പോലീസ് സാഡ്ലറെ ഫ്രാൻസിസിന്റെ കൊലപാതകത്തിൽ പ്രതിയെന്ന സംശയത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും തെളിവിന്റെ അഭാവത്തിൽ 1891 മാർച്ച് 3-ന് കോടതി അയാളെ വെറുതെ വിടുകയും ചെയ്തു. ഇങ്ങനെ തുടരെ പല കൊലപാതകങ്ങളും നടന്നുകൊണ്ടേയിരുന്നു. പോലീസിന്റെ അന്വേഷണം എങ്ങുമെത്താതെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. പോലീസിന്റെ അനാസ്ഥ ജനങ്ങളിൽ വിദ്വേഷമുണ്ടാക്കി. 22 സെപ്റ്റംബർ 1888 ഇംഗ്ലീഷ് ചിത്രകാരനും രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റുമായ സർ ജോൺ ഡെനിയൽ കൊലപാതകയെ പിടികൂടുന്നതിലുള്ള പോലീസിന്റെ പരാജയത്തെ ആസ്പദമാക്കി ബ്ലൈൻഡ് മാൻസ് ബഫ് എന്ന കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. ഈ കൊലപാതകത്തിന്റെ പ്രതിപട്ടികയിൽ ധാരാളം പ്രതികൾ ഉണ്ടായിരുന്നിട്ടും ഈ കൊലപാതക പരമ്പരയിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താനാകാതെ കേസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അൺസോൾവ് മിസ്റ്ററി കേസ് ഫയലായി ഈ കേസ് മാറുകയും ചെയ്തു. എന്നാൽ 2014 സെപ്റ്റംബർ 7-ന് DNA വിശകലനത്തിലൂടെ ഈ കേസിന് പുതിയൊരു വഴിത്തിരിവുണ്ടായി. മോളിക്യുലർ ബയോളജി സീനിയർ ലെക്ചററായ ജാരി ലുഹേനൻ 1888 കൊല ചെയ്യപ്പെട്ട കാതറിൻ എഡോവിസിന്റെ പക്കൽ നിന്ന് കണ്ടെത്തിയതായി പറയപ്പെടുന്ന ഒരു ഷാളിൽ നിന്ന് കണ്ടെടുത്തപ്പെട്ട രക്തക്കറയും അതിലെ സ്പേമിന്റെ അംശവും DNA പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിൽ നിന്ന് മൈറ്റോകോൺട്രിയൽ DNA വേർതിരിച്ചെടുത്തതായും പ്രഖ്യാപിച്ചു. കാതറിൻ എഡോവിസിന്റെ പിൻഗാമിയായ ഒരു സ്ത്രീയുടെ DNA-യുമായി മാച്ച് ചെയ്യുന്നതായിരുന്നു കാതറിൻ എഡോവിസിന്റെ രക്തസാമ്പിൾ. എന്നാൽ ഷാളിൽ കണ്ടെത്തിയ സ്പേമിന്റെ DNA കണ്ടുപിടിക്കാനായി കൊലപാതകങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ സംശയം ഉളവാക്കുന്ന പ്രതിയായ
ആരോൺ കോസ്മിൻസ്കിയുടെ പിൻഗാമിയായ ഒരാളുടെ DNA പരിശോധിച്ചപ്പോൾ അത് മാച്ച് ചെയ്യുന്നതായി കണ്ടെത്തി. ഈ ആരോൺ കൊമിൻസ്കി ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ പോളിഷ് ജൂതനായിരുന്നു. അയാൾ വൈറ്റ് ചാപ്പലിൽ ബാർബറായി ജോലി ചെയ്യുകയായിരുന്നു. ആരോൺ കോസ്മിൻസ്കി മെന്റലി പ്രശ്നമുള്ള ആളായിരുന്നു. കൂടാതെ അയാൾ പലതവണ ഭ്രാന്താശുപത്രിയിൽ കഴിഞ്ഞിട്ടുമുണ്ട്. ഇയാൾ പ്രതിപട്ടികകൾ ഉണ്ടായിരുന്നിട്ടും തെളിവുകളുടെ അഭാവം അയാളെ രക്ഷിക്കുകയും ചെയ്തു. 1919 ഫെബ്രുവരിയിൽ തന്റെ 53ാമത്തെ വയസ്സിൽ അയാൾ മരണപ്പെടുകയും ചെയ്തു. തെളിവുകൾ ആരോൺ കോസ്മിൻസ്കിയാണ് ജാക്ക് ദ റീപ്പർ എന്ന് സമർത്ഥിച്ചെങ്കിലും ഷാളിന്റെ കാലപ്പഴക്കവും നിരവധി ആൾക്കാരിൽ നിന്ന് കൈമാറ്റപ്പെട്ട ഷാൾ മലിനമായിരിക്കുമെന്നും അതിനാൽ ഷാളിലെ രക്തത്തിന്റെയും സ്പേമിന്റെയും DNA ശാസ്ത്രീയ വിശകലനത്തിൽ പാകപ്പിഴകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന വാദങ്ങൾ ഉയർന്നു വന്നു. ഈ DNA വിശകലനം കൊലയാളിയെ കൃത്യമായി തിരിച്ചറിയാൻ പര്യാപ്തമാണോ എന്ന കാര്യത്തിൽ ശാസ്ത്ര സമൂഹത്തിന് ഇതുവരെ ഒരു വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ആരോൺ കോസ്മിൻസ്കി ഈ കൊലപാതക പരമ്പരയിലെ പ്രധാന പ്രതിയായി ഇന്നും തുടരുന്നു.